സാർ, ഈ കേരളം ഇപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ കേരളത്തിലെ അവസാന കോൺഗ്രസ് സർക്കാരാണോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, ഈ വലിയ സ്കീം കൊണ്ടുവന്നിട്ട് എടുത്താൽ പൊങ്ങാത്ത അത്ര വലിയ ധനച്ചെലവാണല്ലോ കൊണ്ടുവരുന്നത്. അതുണ്ട്. അങ്ങനെ ഒരു സംശയം ആർക്കും വരാവുന്നതാണ്. പക്ഷെ അതിനേക്കാളെല്ലാം ഗൗരവം അർഹിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോളേജുകളിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും മാസം 1000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതെല്ലാവർക്കും, സമ്പന്നനും ദരിദ്രനും ഒക്കെ ഒരുപോലെ തന്നെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്കും കൂലിപ്പണിക്കാരൻ്റെ മക്കൾക്കും ഒക്കെ ഒരുപോലെ തന്നെ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അത് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ട് 7 ലക്ഷം പെൺകുട്ടികൾ കോളേജുകളിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 7 കോടി രൂപ വേണം ഒരു മാസം, അല്ല 70 കോടി രൂപ വേണം ഒരു മാസം. അങ്ങനെ വരുമ്പോഴേക്ക് 840 കോടി രൂപ ഒരു കൊല്ലത്തിൽ കൊടുക്കേണ്ടി വരും. എന്തിനു കൊടുക്കുന്നു ആണ് അടുത്ത ചോദ്യം. അതെന്താ വെച്ചാൽ, സ്ത്രീകളെ വിദ്യാഭ്യാസ രംഗത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കൊരു സാമ്പത്തിക സഹായം ചെയ്യുകയാണ്. ഇനി അടുത്ത ചോദ്യം, അത് കേരളത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, സ്കൂളിൽ മുതൽ ഇങ്ങോട്ട് എല്ലാ രംഗത്തും ഏറ്റവും കൂടുതൽ ഉള്ളത് പെൺകുട്ടികളാണ്. അതെ. ഇനി ഉയർന്ന മാർക്ക് വാങ്ങി ജയിക്കുന്നതും പെൺകുട്ടികളാണ്. ഓരോ സർവകലാശാലയും അതിൻ്റെ റാങ്കുകൾ പ്രഖ്യാപിക്കുമ്പോൾ റാങ്കുകളിൽ 90% വാങ്ങിക്കുന്നതും പെൺകുട്ടികളാണ്. ഇനി ആ പെൺകുട്ടികളെ ഒരിക്കൽ കൂടി പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ സാമ്പത്തിക സഹായം ആർക്കാണ് കൊടുക്കേണ്ടത്? ആർക്ക് കാശ് കൊടുക്കുമ്പോഴും ഇന്ത്യയിൽ പണ്ട് മുതലേ ഉള്ള ഒരു സങ്കല്പമുണ്ട്, പാത്രം അറിഞ്ഞു വേണം ദാനം ചെയ്യാനെന്നാണ്. വിശപ്പില്ലാതിരിക്കുന്ന ഒരുത്തന് കുറേ ഭക്ഷണം കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റായിപ്പോയി. കാരണം അവന് കഴിക്കാൻ പറ്റില്ല, അവന് ആവശ്യമില്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താലേ ഭക്ഷണത്തിൻ്റെ രുചിയും അതിൻ്റെ പർപ്പസും നിറവേറ്റപ്പെടും. ഈ 1000 രൂപ വെച്ച് കൊടുക്കേണ്ടത് ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് അത് കൊടുക്കണം. പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും കൊടുക്കണം, ഏറ്റവും ദരിദ്രർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ദാരിദ്ര്യമില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അത് കൊടുക്കുന്നത് ധൂർത്താണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവർക്ക് അവരുടെ വിദ്യാഭ്യാസം നിറവേറ്റാൻ കഴിയും. ആ വിദ്യാഭ്യാസം നിറവേറ്റുന്നതിന് വേണ്ടി അവർക്ക് പ്രവർത്തിക്കാനും കഴിയും. ആ സാഹചര്യത്തിൽ അവർക്ക് ഈ സാമ്പത്തിക സഹായം കൊടുക്കണോ എന്നതാണ് ചോദ്യം. അങ്ങനെ സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ആരായിരുന്നാലും അത് ധൂർത്തടിക്കുകയാണ്. ആരുടെ പണമാണ് എടുത്ത് ധൂർത്തടിക്കുന്നത്? പൊതുജനത്തിൻ്റെ. എന്ന് വെച്ചാൽ നമ്മുടെ, ഞാനും നിങ്ങളും ഉപ്പും മുളകും വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന നികുതിപ്പണമാണ് ഈ വിധത്തിൽ വെറും ഖ്യാതി കിട്ടുന്നതിന് വേണ്ടി മാത്രം അനർഹർക്ക് ഈ പണം സംഭാവനയായി കൊടുക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണെങ്കിൽ പോലും ശരിയല്ല. അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് ഈ പണമെടുത്ത് ഇങ്ങനെ ഇൻഡിസ്ക്രിമിനേറ്റായിട്ട് വരുന്നവർക്കും പോകുന്നവർക്കും വാരി കോരി കൊടുക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് ഔചിത്യത്തോടു കൂടി ചെലവാക്കാൻ വേണ്ടിയിട്ടാണ്. അതില്ലാതെ വരുന്നവനും പോകുന്നവനും ഏത് പെൺകുട്ടി വന്നാലും ഞാൻ കൊടുക്കും എന്ന് പറയാനായിട്ട് ഈ ഹൂ ഈസ് ദിസ് ഞാൻ? ആരാണ് ഈ ഞാൻ? മുഖ്യമന്ത്രി വെറും ഞാനല്ല, ഒരു പദവിയാണ്. അത് അദ്ദേഹം മറക്കരുത്. ഈ രാജ്യത്തെ സമ്പത്ത് ജുഡീഷ്യസായി വിനിയോഗിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പദവിയാണ് മുഖ്യമന്ത്രി പദം. അവിടെ ഞാനില്ല, മുഖ്യമന്ത്രിയേ ഉള്ളൂ. അപ്പം ഞാൻ കൊടുക്കും എന്ന് പറയുന്നത് തന്നെ തെറ്റ്. പിന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒന്നുകിൽ ഏതെങ്കിലും തലക്ക് വെളിവില്ലാത്ത PR ഏജൻസി ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അതും ഉത്തരേന്ത്യക്കാരായ PR ഏജൻസികളായിരിക്കും. ഉത്തരേന്ത്യയിൽ അത് ശരിയാണ്. കാരണം ഉത്തരേന്ത്യയിൽ പഠിക്കാൻ വേണ്ടി വരുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അനുപാതത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ആൺകുട്ടികളാണ് അവിടെ കൂടുതൽ, പെൺകുട്ടികൾ കുറവാണ്. കേരളത്തിൻ്റെ ചരിത്രം അതല്ല. കേരളത്തിൽ ആദ്യം മുതലേ പെൺവിദ്യാലയം തുടങ്ങിയിട്ടുള്ള ചരിത്രം കേരളത്തിനുണ്ട്. എന്തിന്? ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യമായി സ്കൂളിൽ ചേർന്ന പെൺകുട്ടിയുടെ പേര് പഞ്ചമി എന്നാണ്. അതെ. അയ്യങ്കാളി ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ട് ആ സ്കൂളിൽ ആദ്യമായിട്ട് എൻറോൾ ചെയ്ത സ്റ്റുഡൻറ്റ് പഞ്ചമി പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഇടംതുടി എന്താണ് ഈ മറ്റേ ഉടന്തടികളുണ്ടല്ലോ, ഉടന്തടിച്ചാട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ, പണ്ട് പഠിച്ചിട്ടില്ലേ ചരിത്രത്തിൽ? അതുപോലെ ഈ ഉടന്തടികളായ വനിതാ വിമോചന പ്രസ്ഥാനക്കാരോട് ഞാൻ ഒരു കാര്യം വിനയപൂർവ്വം പറയട്ടെ. 1898 ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ് സ്ത്രീ വിദ്യാ പോഷിണി എന്ന് പറഞ്ഞൊരു ചെറിയ ലേഖനം എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. ഇവർ കേട്ടിട്ടുണ്ടായില്ല അത്. അതിലാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടണമെന്നും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രമേ സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ കഴിയൂമെന്ന് അന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ പാരമ്പര്യം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മിഷണറിമാരുടെ സംഭാവന, കത്തോലിക്ക സഭയുടെ സംഭാവന, അവരെല്ലാവരും തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും വിദ്യാലയങ്ങളിൽ ചേർക്കുകയും അങ്ങനെ ചേർക്കപ്പെടുന്നവരിൽ പെൺകുട്ടികൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കുകയും അവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് വലിയ തരത്തിലുള്ള വിജയം കൈവരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം കേരളത്തിനുണ്ട്. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിനുണ്ട്. ആ കേരള ചരിത്രത്തിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും സാമ്പത്തികമായി സഹായിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, വലിയ UGC പ്രൊഫസർമാരുടെ, വലിയ വക്കീലന്മാരുടെ, വലിയ ഡോക്ടർമാരുടെ, വലിയ കൃഷിക്കാരുടെ, ജന്മിമാരുടെ, ഇവരുടെയൊക്കെ മക്കളും ഉണ്ടല്ലോ ഇതിനകത്ത്. അവർക്കും പെൺമക്കളുണ്ടല്ലോ. അവർക്കും 1000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറയുന്നു മാസം. അത് ധൂർത്താണ്. മുഖ്യമന്ത്രിയോട് നമുക്ക് വിനയപൂർവ്വം പറയണം, ഇങ്ങനെ ധൂർത്തടിക്കരുതെന്ന് പറയണം. മുഖ്യമന്ത്രി VD സതീശന് മുൻപ് ഈ ധൂർത്ത് ചെയ്തിട്ടുള്ള വേറൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് AK ആൻ്റണി എന്നാണ്. കാരണം അദ്ദേഹമാണ് സാധാരണ തൊഴിൽ ചെയ്യുന്നവന് കൂലി കൊടുക്കണം, കൊടുത്തേ പറ്റൂ. വേതനം എപ്പോഴും തൊഴിലിനാണ്. തൊഴിൽ ചെയ്യാതിരിക്കുന്നതിന് കാശ് കൊടുക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അതാണ് തൊഴിലില്ലായ്മ വേതനം. ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തന്നേ പറ്റും. നിങ്ങളുടെ കൂലി നിങ്ങൾ കണക്ക് പറഞ്ഞ് വാങ്ങിക്കണം. കാരണം നിങ്ങൾ അധ്വാനിച്ചതിന് ശേഷമാണ് ആ കാശ് വാങ്ങിക്കുന്നത്. അത് കണക്ക് പറഞ്ഞ് ആരുടെ നിന്നും കണക്ക് പറഞ്ഞ് മേടിക്കണം. പക്ഷേ നിങ്ങൾ ഒരു പണിയും എടുക്കാതിരിക്കൂ, ഞങ്ങൾ കാശ് തരാം എന്ന് പറഞ്ഞ ഏറ്റവും തെറ്റായ തീരുമാനമെടുത്ത മുഖ്യമന്ത്രിയുടെ പേര് AK ആൻ്റണി എന്നാണ്. അപ്പോൾ VD സതീശൻ ഇങ്ങനെ ഒരു മുൻഗാമി ഉണ്ട് എന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം ചെയ്തത് തെറ്റാണ്, ധൂർത്താണ് കാണിച്ചത്. ആ ധൂർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കുന്നവന് കാശ് കൃത്യമായി കൊടുക്കാതെ പണിയെടുക്കാതിരിക്കുന്നവർക്ക് പണം കൊടുക്കുന്ന സമ്പ്രദായം വന്ന്. പണിയെടുക്കാതിരുന്നാൽ പണം കിട്ടും എന്നുണ്ടെങ്കിൽ ആരാ പിന്നെ പണിക്ക് പോവുക? മനുഷ്യരെ അലസരാക്കി മാറ്റാൻ മാത്രമല്ലേ അത് ഉപയോഗിക്കുള്ളൂ. അതിന് ഏതൊരു വിദേശ രാജ്യത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ടാണ്. അന്നെ ഒന്നും വായിക്കുന്ന ഒരാളല്ല, പക്ഷെ ആരോ അദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്തത് തെറ്റായ തീരുമാനമാണ്. അതിലും തെറ്റായ ഇപ്പോഴും ഉണ്ടല്ലോ തൊഴിലില്ലായ്മ. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കൊടുക്കണ്ടോന്ന് എനിക്കറിയില്ല. കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. കാരണം അന്തസ്സുള്ളവന് വാങ്ങിക്കാൻ പറ്റില്ല, ആത്മാഭിമാനം ഉള്ളവന് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ വാങ്ങാൻ കഴിയും ജോലി ഇല്ലാതെ മറ്റേ ഈ മാനസിക പ്രശ്നമുള്ളവരോ ഇല്ലെങ്കിൽ അല്ലെന്ന് ഞാൻ പറയുന്നത്, രോഗമുള്ളവരോ അല്ല, ആത്മാഭിമാനമുള്ളവന് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ ഒരു വെറുതെ നിങ്ങൾ ഒരു സഹായിയായിട്ട് ജോലി ചെയ്യണമെങ്കിൽ, മറ്റേ എന്താണ് ഈ മേക്കാട്ട് പണിക്കാരൻ്റെ കൂടെ, മേക്കാട്ട് പണിക്കാരൻ എന്നാണ് പറയുന്നത്, മേക്കാട്ട് പണിക്കാരനായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1100 രൂപ കിട്ടും നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക്.
അത്രയും കിട്ടും. കാരണം തൊഴിൽ ചെയ്യാൻ നമുക്ക് ആളില്ല ഇവിടെ, തൊഴിൽ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ തൊഴിൽ ധാരാളം ഉണ്ടാവുകയും തൊഴിൽ ചെയ്യാൻ ആളില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് ഇവർ മറച്ചു വെക്കണത്. ഇപ്പം എന്താണ്, ഇപ്പം നമ്മുടെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം കൺസ്ട്രക്ഷൻ മേഖല സ്തംഭിച്ചിരിക്കുന്നു. എന്താ കാരണം? ഭായിമാർ വരുന്നില്ലെന്ന്. ഭായിമാരെന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായില്ലേ? ബംഗാളികൾ വരുന്നില്ല. അവർ വരാത്ത കാരണം അവരെന്താ വരാത്തത്? ബംഗ്ലാദേശുകാരാണ് വന്നുകൊണ്ടിരുന്നത്. അവരൊക്കെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ളവർ വരണമെന്നുണ്ടെങ്കിൽ അവർ പറയണ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നഗരത്തിലേക്ക് പല സ്ഥലങ്ങളിലും ഒരു ബോർഡ് വന്നിട്ടുണ്ട്. ഒരു സ്കിൽഡ് ലേബർക്ക്, അതിഥി തൊഴിലാളികൾക്ക് ഇത്ര 1300 മറ്റവന് 950 കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇവർക്ക് കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. ഇവരാരാണ് കൊടുക്കരുതെന്ന് പറയാനായിട്ട്? അവരവരുടെ കാര്യം അവർ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കല്ലേ. നിങ്ങളെല്ലാവരും ഇവർ ലാഭത്തിന് വേണ്ടി കച്ചവടം നടത്തുന്നവരോട് അവരും അവരുടെ തൊഴിൽ വെക്കുമ്പോൾ അവർ ലാഭം ചോദിക്കും, അവർക്കത് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു രാജ്യത്താണ് എന്ത് പറഞ്ഞത്, നീ തൊഴിൽ ഒന്നും എടുക്കാതിരുന്നു എനിക്ക് കാശ് തരാമെന്ന്. അതുപോലെ തന്നെയല്ലേ ഇത് ചെയ്യുന്നത്. വലിയ സമ്പന്നരുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് ഒരു കൊല്ലത്തിൽ 12,000 രൂപ വെച്ച് ചുമ്മാ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചുമ്മാ എടുത്ത് ഈ 12,000 രൂപ കൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശ, അങ്ങേക്ക് അതിന് അധികാരമില്ല. കാരണം അങ്ങ് കൈകാര്യം ചെയ്യുന്നത് നികുതി പണമാണ്. ആ നികുതി പണം അങ്ങേക്ക് തോന്നുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ അധികാരമില്ല എന്ന് അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നികുതി പിരിവിനെക്കുറിച്ച് ഇന്ത്യയിലൊരു സങ്കല്പമുണ്ട്. വിശേഷിച്ചും കാളിദാസൻ മനോഹരമായിട്ട് രഘുവംശത്തിൽ അത് പറഞ്ഞു വച്ചിട്ടുണ്ട്. രഘുവംശത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിലീപൻ നികുതി പിരിച്ചിരുന്നത് എന്തിനാ? ഏറ്റവും ആദർശ സമ്പന്നനായ രാജാവാണ് ദിലീപൻ, രഘുവംശ രാജാക്കന്മാരിൽ ധർമ്മിഷ്ഠനായ രാജാവ്. അദ്ദേഹം നികുതി പിരിച്ചതിനെ കുറിച്ച് പറയുന്നത്, കടലിൽ നിന്ന് സൂര്യൻ ജലം നീരാവിയാക്കിയെടുത്ത് മഴ പെയ്യിച്ച് ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കുന്നത് പോലെ ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചിട്ട് അവരിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് അർഹതയുള്ളവർക്കാണ് കൊടുക്കുന്നത്, അനർഹർക്ക് കൊടുക്കാൻ പാടില്ല. അതാണ് പാത്രമറിഞ്ഞ് ദാനം എന്ന് പറയുന്നത്. ഇത് അപാത്രദാനമാണ്. അപാത്രദാനം പാപവൃത്തിയാണ്. അങ്ങനെ ചെയ്യുന്നവൻ നശിക്കും എന്നുകൂടിയുണ്ട്. അവനും മാത്രമല്ല, അവനും അവൻ്റെ സന്തത പരമ്പരകളും നശിക്കുമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. രാജാവിന് അത് വലിയ ഇത് വരും. അപ്പോൾ ഭരണാധികാരിയായിട്ട് വരുന്ന ഒരാൾ, അത് അവരുടെ കുടുംബം, ആ സന്തതി പരമ്പരകൾ ശാപഗ്രസ്തരാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പണം ഇങ്ങനെ ദുർവ്യയം ചെയ്യരുത്. അത് അർഹതയായിട്ടുള്ളവർക്ക് കൊടുക്കണം. ഈ പണം അല്ലെങ്കിൽ തന്നെ പണ്ടേ ദുർബലയായിട്ടുള്ള ഈ സർക്കാർ എങ്ങനെയാണ് ഈ സമ്പത്ത് കണ്ടെത്താൻ പോകുന്നത്? അല്ല, എവിടെന്ന് കണ്ടെത്താനായിട്ടാണ്? ഒന്ന്, കേരളത്തിന് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ നികുതി. ഈ കേരളം നശിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭീകരമായ രീതിയിൽ ഈ സാമ്പത്തിക രംഗം ഇങ്ങനെ കടക്കിണിയിൽ കൊണ്ട് എത്തിച്ച് നശിപ്പിച്ച ആളുടെ പേര് ഡോക്ടർ കെ എം എബ്രഹാം എന്നാണ്. കാരണം കടം മേടിച്ച് ചെലവ് ചെയ്താൽ നമുക്ക് പ്രശ്നം തീർക്കാമെന്നാണ് പറഞ്ഞത്. ആ കടം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഉഡായിപ്പുകൾ നടത്തിയതിൻ്റെ പേരിലാണ് കിഫ്ബി വരുന്നത്. കിഫ്ബി എന്താ പറയണത്? അത് നികുതിക്ക് പുറത്തുള്ള വരുമാനമായിട്ടാണ് കൂട്ടുന്നത്. ഞങ്ങൾ കാശ് വാങ്ങിക്കും, സംസ്ഥാനം ഗ്യാരണ്ടി നിൽക്കും, ഞങ്ങൾ കൊടുക്കില്ല, അപ്പോൾ സംസ്ഥാനം കൊടുത്തു തീർക്കും. ഇതാണ് കിഫ്ബി. ഇപ്പോൾ വന്ന് അത് കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട്, 12 ഒരു 15 കൊല്ലമായിട്ട് ഫൈനാൻസ് സെക്രട്ടറി എന്ന നിലക്കും അതിനുശേഷം ഫൈനാൻസ് അഡ്വൈസർ എന്ന നിലക്കും മുഖ്യമന്ത്രിമാരെ കുളത്തിൽ കൊണ്ട് ചാടിക്കാൻ കഴിപ്പുള്ളൊരു വ്യക്തി എന്ന നിലക്കും കെ എം എബ്രഹാം, കാരണം തനതായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് ആകെ ചെയ്യാവുന്ന കാര്യം എന്താ? നികുതി കൂട്ടുക എന്നുള്ളത്. നികുതി മാത്രമല്ലല്ലോ, ഒരു സംസ്ഥാനം അതിൻ്റെ സ്വതന്ത്രമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുകൂടി ആലോചിക്കണ്ടേ? അങ്ങനെ എന്ത് നിർദ്ദേശമാണ് ഇവർ വെച്ചിട്ടുള്ളത്? ഒരു നിർദ്ദേശവും ഇല്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോഴും പറയണം നമുക്ക് അവിടെ പോയിട്ട് കടം വാങ്ങിക്കാമെന്നാണ് പറയണത്. അങ്ങനെ കടം വാങ്ങിച്ച് മൂക്കിൻ്റെ അറ്റം വരെ വെള്ളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു, മുങ്ങിച്ചാകാറായിരിക്കുന്നു. അപ്പോഴും കടം വാങ്ങിക്കാം എന്നാണ് പറഞ്ഞു കൊടുത്തേക്കണം. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് ഈ 1000 രൂപ വെച്ച് അങ്ങ് കൊടുക്കുന്നത് അർഹരായ വിദ്യാർത്ഥികൾക്ക് മാത്രമായി നിജപ്പെടുത്തണം. അതുപോലെ തന്നെ അർഹരായവർക്ക് മാത്രമായി സൗജന്യ യാത്രയും നിജപ്പെടുത്തണം. അതാണ് ഒരു ഉത്തമനായ ഭരണാധികാരിയുടെ ദൗത്യം. അല്ലാതെ കണ്ടവൻ്റെ കാശ്, കണ്ടവൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണത്തിൽ നിന്നും പിരിക്കുന്ന നികുതി എടുത്തിട്ട് ഇത്തരത്തിൽ ധൂർത്തടിക്കാൻ ഒരു മുഖ്യമന്ത്രി തയ്യാറാകരുത്. ഇത് ഈ ഘട്ടത്തിൽ അങ്ങയോട് ആരും പറയാനിടയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.